ഇതര സംസ്ഥാനക്കാരിയായ അനാഥയായ രാഖിയുടെ മരണാനന്തര ചടങ്ങ് ഹൈന്ദവ ആചാര പ്രകാരം നടത്തിയ മുസ്ലിം മതവിശ്വാസിയായ സഫീറിനെ കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. എന്റെ മതം പഠിപ്പിക്കുന്നത് മനുഷ്യനോട് സ്നേഹത്തോടെ പെരുമാറാനാണ്. നന്മയുള്ള ഇത്തരം പ്രവൃത്തികൾ ഞാൻ ഇനിയും തുടരുമെന്നാണ് സഫീർ പറയുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 44 വയസ്സുകാരിയായ രാഖി അർബുദബാധയെ തുടർന്ന് ഈ ലോകത്തോട് വിട പറയുന്നത്. കഠിനംകുളം പഞ്ചായത്തിലെ മേനംകുളം ചിറ്റാറ്റുമുക്കിലെ കത്തോലിക്ക സന്യാസിനികളുടെ ബെനഡിക്ട് മെനിയിലെ അന്തേവാസിയാണ് രാഖി. ഉറ്റവരുമുടയവരും ആരെന്നറിയാത്ത സ്ത്രീ. മരിക്കും മുൻപ് രാഖി പറഞ്ഞ തന്റെ അവസാന ആഗ്രഹം തന്റെ അന്ത്യകർമ്മങ്ങൾ ഹൈന്ദവാചാരപ്രകാരം വേണമെന്നുള്ളതാണ്. അനാഥയായിരുന്നതിനാൽ തന്നെ പൂർത്തിയാക്കേണ്ട നിയമ നടപടികൾക്കായി കന്യാസ്ത്രീകൾ വാർഡ് മെമ്പറും കോൺഗ്രസ് നേതാവുമായ ടി സഫീറിന്റെ സഹായം തേടി. കർമ്മങ്ങൾ ചെയ്യാനായി മറ്റാരെയും കണ്ടെത്താനാകാതെ വന്നപ്പോഴാണ് സഫീർ തന്നെ മുന്നോട്ട് വരുന്നത്. കുപ്പായമഴിച്ച് കച്ചയും പട്ടുമരയിൽ ചുറ്റി ഒരു സഹോദരനെ പോലെ ചടങ്ങുകൾ നിർവഹിച്ചു. അതിന് ഒരാഴ്ച മുമ്പും അവിടെ ഒരു അന്തേവാസി മരിച്ചപ്പോൾ ഞാൻ മകന്റെ സ്ഥാനത്ത് നിന്നും മോഹനൻ എന്ന് പറയുന്ന മറ്റൊരാൾ മരുമകന്റെ സ്ഥാനത്ത് നിന്നും ഈ കർമ്മങ്ങൾ ചെയ്യുകയുണ്ടായി. സുഹൃത്ത് ഹാഫിസ് പൂർണ്ണ പിന്തുണയുമായി സംസ്കാരത്തിനുള്ള മുഴുവൻ ചെലവുകളും വഹിച്ച് ഒപ്പം തന്നെ നിന്നു. ആരുമില്ലാതെ വന്നപ്പോൾ സഫീർ പറഞ്ഞു, ഞാൻ ആ കാര്യത്തിൽ എല്ലാം മറന്ന് സഫീറിനെ അഭിനന്ദിക്കുക. ഒരു മാനവികതയുടെ ഒരു മുഖമാണ് അവിടെ സഫീറിൽ കണ്ടത്. ഇങ്ങനെയാണ് കേരളം. ഇതാണ് ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സ്. ഇവിടെ ജാതിക്കും മതത്തിനും പാർട്ടിക്കുമപ്പുറം മനുഷ്യത്വം മനുഷ്യനെ ഒന്നു ചേർക്കുന്നു.